ടൺ ടടടൺ 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 ടൺ ടൺ. തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടതേ വന്നോളൂ. അതിന്റെ ഒരു സന്തോഷമാണ് പങ്കുവെച്ചത്. അടിപൊളി പടം, യാ സൂപ്പർ പടം. പടം തുടങ്ങി കഴിയുമ്പോ തന്നെ ടൈറ്റിൽ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുമ്പോണ്ടല്ല, അമ്പോ രോമാഞ്ചം രോമാഞ്ചം രോമാഞ്ചം, അതുപോലത്തെ ഫീലാണ്. നമ്മുടെ മനസ്സാഗ്രഹിച്ചൊരു പടം തന്നെയാണ് തുടരും. ഇതിലെ ലാലേട്ടനെ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ലാലേട്ടനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ലാലേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കാവുന്ന മാർക്ക് 100ൽ 100 തന്നെ കൊടുക്കണം. അതുപോലത്തെ അഭിനയം. ഇതാണ് അഭിനയം, ഇതാണ് ലാലേട്ടൻ, ഇതാണ് ഞങ്ങളുടെ ലാലേട്ടൻ എന്ന് ഉറക്കെ ഉറക്കെ ലാലേട്ടന്റെ ആരാധകർ ഉറക്കെ ഉറക്കെ പറയുകയാണ്. അതുപോലത്തെ പടം, അതേപോലത്തെ പടത്തിന്റെ മേക്കിംഗ് ഒരുക്കിയ തരുൺമൂർത്തി, സൂപ്പർ സംവിധായകൻ തരുൺമൂർത്തിക്ക് സല്യൂട്ട്. അതേപോലെ തന്നെ നല്ലൊരു തിരക്കഥയുണ്ടെങ്കിൽ ഏതൊരു സിനിമയ്ക്കും വമ്പൻ 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 ഉയർച്ചയുണ്ടാവും. അതാണ് ഈ സിനിമയുടെ ഉദാഹരണം. ഇതിന് നല്ലൊരു തിരക്കഥയുണ്ട്, കഥ പറയുന്നതിന്റെ രീതിക്ക് പുതുമയുണ്ട്. അതാണ് ഈ തിരക്കഥയുടെ വിജയം. തിരക്കഥ ഒരുക്കിയ തരുൺമൂർത്തിയും KR സുനിലും, ആഹാ അടിപൊളി. രണ്ടുപേരും സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. എഴുത്തിന്റെ ഭംഗി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പടം കാണുമ്പോൾ. എന്തെങ്കിലും ഒരു നാട്ടുമ്പുറം കാണിക്കുന്നു, നാട്ടുമ്പുറത്ത് ലാലേട്ടൻ, ശോഭന, അവരുടെ 2 മക്കള്, അങ്ങനെ മുന്നോട്ട് പോകുന്ന കഥയിൽ മെയിനായിട്ട് അംബാസഡർ കാറിനോടുള്ള ആ ഒരു പ്രണയം നമ്മുടെ ഷൺമുഖനായിട്ട്. ആ അംബാസഡർ കാർ ഈ കഥയിലെ പ്രധാനമായിട്ടുള്ള താരം തന്നെയാണ്. പിന്നെ മഴയ്ക്കും ഒരു പ്രധാന റോളുണ്ട്. ഇതിലെ വില്ലൻ, എൻ്റെ പൊന്നെ, അങ്ങേരി കിടിലാക്കിയുണ്ട്. വില്ലനും സൂപ്പറായി. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സിനിമ. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സിനിമയുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇത് ദൃശ്യം പോലത്തെ സിനിമയല്ല, അതുപോലെ തന്നെ ഫീൽ ഗുഡ് മൂവിയല്ല, ചെറിയൊരു പടം, കൊച്ചു പടം, കുഞ്ഞിപ്പടം, ഒരു ഫാമിലി ഡ്രാമയാണ്. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. ശ്രദ്ധിക്കണം, ഫാമിലി ഡ്രാമയാണ്. എന്നിങ്ങനെ അങ്ങനെ 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 പറഞ്ഞു പോയ പടം ഉണ്ടല്ലോ, നമ്മൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ കോരിത്തരിപ്പിന്റെ അങ്ങേ അറ്റം, ഹൈ ലെവൽ. അതാണ് പടം. ത്രില്ലടിപ്പിക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടമാണ് തുടരും. അതേപോലത്തെ സ്കോർ, BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജേക്സ് ബിജോയി കലക്കി കളഞ്ഞ് അടിപൊളിയായ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുമ്പോൾ കൊടുക്കണം. ഭ്രമിപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കിടിലനായി. പിന്നെ എന്തൊരു ചേലാണ്, ആ പാട്ടൊക്കെ സൂപ്പറാക്കിയിട്ട്, മ്യൂസിക്കും ജേക്സ് ബിജോയി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന്റെ ആ സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു മാറ്റമാണ്. അതായത് നമ്മുടെ കാലിനടിയിലെ മൺതരികൾ ഊർന്നു പോയിട്ട് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ എന്താ പറയട്ടെ, ആ ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിവർന്നു നിൽക്കുന്ന ഒരു പ്രയത്നം ഉണ്ടല്ലോ, അത് ഇതിൽ കിടിലനായിട്ട് ചെയ്തേക്കണ് ലാലേട്ടന്റെ അഭിനയത്തിന്റെ ആ ഒരു ഹൈ ലെവൽ തന്നെയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഫാമിലി എന്തായാലും ഈ പടത്തിന് തോളിലേറ്റും. തിയേറ്ററുകളിൽ നിന്നും പൂരപ്പറമ്പായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. തുടരും സൂപ്പർ പടമാണ്. ഇതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷെഫീഖും നിഷാദ് യൂസഫാണ്. നിഷാദ് യൂസഫിന്റെ അവസാനത്തെ പടമുണ്ട്, അദ്ദേഹം മരിച്ചുപോയതാണ്. ആ എഡിറ്റർ മരിച്ചുപോയതാണ്. അദ്ദേഹം ലാസ്റ്റ് ചെയ്ത പടമാണ് തുടരും. ആ പടവും ഹിറ്റ് അടിക്കാനായിട്ടുള്ള ഒരു കാലെടുത്ത് വെച്ചേക്കാണ്. സൂപ്പറായിട്ടുണ്ട്, എഡിറ്റർമാർ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോഗ്രാഫി ചെയ്തിട്ടുള്ള വിഷ്ണു ഗോവിന്ദ് സൂപ്പർ. അതേപോലെ ഈ പടത്തിൽ മേക്കപ്പ് ഒരുക്കിയിട്ടുള്ളത് പട്ടണം റഷീദാണ്. പട്ടണം റഷീദ് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലത്തിന് ശേഷം ഇതാ സിനിമയിലേക്ക് സജീവമായി മാറുകയാണ്. രജപുത്ര ബാനറിൽ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് പടമാണ് തുടരും. ഈ പടം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സമ്പൂർണ്ണമായ മനസ്സിലുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ആ പഴമയിലെ ലാലേട്ടൻ്റെ കുറേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സിനിമയിൽ നല്ലപോലെ വർക്കായിട്ടുണ്ട്. സിനിമ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കാത്തിരുന്ന ലാലേട്ടൻ ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പടമാണ് തുടരും. എന്താ പറയാ, ഈ പടത്തിനെ കുറിച്ച് നമുക്കൊരു ഒരു പടം ഒരുക്കുമ്പോൾ വലിയ ഹൈപ്പൊന്നും വേണ്ട. ഒരു പടത്തിന് ഹൈപ്പല്ല ഒരു പടത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത്. പടത്തിന്റെ വിജയം നിശ്ചയിക്കുന്ന അതിന്റെ മേക്കിങ്ങും തിരക്കഥയും അതിലഭിനയിച്ചിരിക്കുന്ന താരങ്ങളുടെ പെർഫോമൻസുമാണ് ഒരു പടത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത്. അത് ഇവിടെ അതേ സമ്പൂർണ്ണമാക്കി എഴുതി ചേർത്തിരിക്കുകയാണ് തുടരും. ഈ പടം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലാഗ് വന്നു, ഭയങ്കര പോരായ്മയാണ്, അങ്ങനെയൊന്നും പറയാനായിട്ട് നാവ് പൊങ്ങില്ല. കാരണം അതൊന്നും ഇല്ല ഈ പടത്തിൽ. ലാഗില്ല, ഒരു പോരായ്മ ഞാൻ കണ്ടില്ല. പടം ഹൈ ലെവൽ, കത്തിക്കേറും. അതേപോലത്തെ പടമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ എന്താ പറയാ, കുറെ പുതിയ വേർഡുകൾ ഉണ്ടല്ലോ,
തൂക്കിയടിച്ചു, കത്തിച്ച് ചാമ്പലാക്കി, ചാരമാക്കി, കോരിത്തെരിപ്പിന്റെ അങ്ങേയറ്റം, അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയൂലേ, അതൊക്കെ ഈ പടത്തിന് ചേരുന്ന വാക്കുകളാണ്. ലാലേട്ടൻ അതേപോലെ അഴിഞ്ഞാടിയിരിക്കുന്ന, ആറാടിയിരിക്കുന്ന, അതേപോലെ അർമാദിച്ച പടമാണ് തുടരും. സൂപ്പർ പടം. ലാലേട്ടൻ ശോഭന കോംബോ കിടു. അതില് ബിനു പപ്പു അവതരിപ്പിച്ചാണ് കഥാപാത്രം സൂപ്പറായിട്ടുണ്ട്. ബിനു പപ്പയിൽ ഡയറക്ടറായിട്ടും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഈ പടം അങ്ങനെ കത്തിക്കേറുകയാണ്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും ഈ പടത്തിനെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തരുൺ മൂർത്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹമായിരുന്നു ലാലേട്ടൻ വെച്ചൊരു സിനിമ. അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രമാണത്. അപ്പൊ ഓപ്പറേഷൻ ജാവ, അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക, ഇത്തരം ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി ഒരുക്കിയ തുടരും വമ്പൻ ഹിറ്റടിക്കാനായിട്ട് പോവുകയാണ്. വിഷുവിനാണ് ഈ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ വിഷുവിന് വമ്പൻ ഹിറ്റടിച്ച ചിത്രം തുടരുമായി മാറിയേനെ. പക്ഷെ വിഷുവിന് ശേഷമാണ് തുടരും വരുന്നത്. തുടരും എന്ന ചിത്രത്തിന്റെ ഒപ്പം മത്സരിക്കാൻ വേറെ ചിത്രങ്ങളും ഇല്ല. മത്സരിച്ചാലും തുടരും തന്നെ കയറുള്ളൂ. കാരണം തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ മേക്കിങ്ങും കഥ പറച്ചിൽ രീതിയും ആ പടം കൊണ്ടുപോയിരിക്കുന്ന ആ കഥയുടെ രീതിയൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടും. സിനിമയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല. അത്തരം ഒരു സിനിമയാണ് തുടരും. അടിപൊളി. ഓക്കെ, ടാറ്റ, ബൈ ബൈ.